ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. അങ്ങനെ മാർക്കറ്റിൽ നിന്ന് ഭീതി ചെറിയ തോതിൽ വിട്ട് ഒഴിഞ്ഞ് നിഫ്റ്റി ഇന്ന് പോസിറ്റീവായ രീതിയിൽ റിയാക്ട് ചെയ്തു. ഇന്ന് രാവിലെ പ്രീമിയം മാർക്കറ്റ് കയറുന്നു, കോൾ സൈഡ് പ്രീമിയം കയറുന്നു, പുട്ട് സൈഡ് പ്രീമിയം കയറുന്നു. ആകെപ്പാടെ ഓപ്ഷനെ ഷോർട്ട് ചെയ്ത ആളുകൾക്ക് വലിയ പ്രശ്നമുണ്ടായ ഒരു മോർണിംഗ് ആണ് ഇന്നുള്ളത്. നിങ്ങളത് ഫേസ് ചെയ്യുമെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നീട് മാർക്കറ്റ് ഒന്ന് കൂൾ ഡൗൺ ആയി. എന്താണ് ഇതിൻ്റെ പുറകിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് കൃത്യമായ ധാരണയില്ല. എങ്കിലും നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും ഗ്രീൻലാൻഡ് അക്വിസിഷന് ട്രംപ് പിന്മാറി ഇൻ ദ സെൻസ് ബലപ്രയോഗത്തിലൂടെ അക്വിസിഷൻ ചെയ്യാനായിട്ടുള്ള പദ്ധതിയില്ല. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആ ഒരു പേരിൽ കൊടുത്ത താരിഫെല്ലാം തന്നെ പിൻവലിച്ചത് ഒരു ചെറിയ തോതിൽ ഒരു ശാന്തി പടർന്നൊരവസ്ഥയിലാണുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഏറ്റവും ടോപ്പിൽ നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ഗ്യാസ് $5.49, ഗോൾഡ് ചെറുതായിട്ടൊന്ന് ഇടിഞ്ഞു, സിൽവർ 93, ബിറ്റ് കോയിൻ 90,000, ബ്രന്റ് ഓയിൽ 64. നിഫ്റ്റി നോക്കണ്ട, ഡോ ഫ്യൂച്ചർ കാണാം പ്ലസ് ആണ് 128. പിന്നീട് ഉള്ള എല്ലാ യൂറോപ്യൻ ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ ഗംഭീരമായ റാലിയിൽ ട്രേഡ് അവസാനിപ്പിച്ചു. ഗ്രീൻലാൻഡ് ഇഷ്യൂ രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തു. പ്രീ മാർക്കറ്റ് കാണാത്ത ആളുകൾ എല്ലാ ദിവസവും രാവിലെ ഒരു 7:00 മുമ്പായിട്ട് പ്രീ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ രാവിലത്തെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിവേ ഇന്ന് സെൻസെക്സ് 398 പോയിൻറ്റ്, നിഫ്റ്റി 132 പോയിൻ്റാണ് റാലി രേഖപ്പെടുത്തിയത്. ചുക്കാൻ പിടിച്ചിട്ടുള്ള കമ്പനീസ് നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ ഡോക്ടർ റെഡ്ഡി റിസൾട്ട് ഉണ്ടായിരുന്നു, ഭാരത് ഇലക്ട്രോണിക്സ്, അദാനി എൻ്റർപ്രൈസസ്, അദാനി പോർട്ട്, ടാറ്റ സ്റ്റീലാണ്. ഫോളോ ആയിട്ടുള്ളത് എറ്റേണൽ, SBI ലൈഫ്, ടൈറ്റാൻ, ഐഷർ മോട്ടോഴ്സ്, മാക്സ് ഹെൽത്ത് കെയർ ആണ്. അപ്പോൾ കൂടാതെ തന്നെ Q3 റിസൾട്ട് കാരണം പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്ത കമ്പനീസ് ഡോക്ടർ റെഡ്ഡി മാറ്റി നിർത്തിയാൽ മിഡ് ക്യാപ്പിൽ നിന്ന് വാരീസ് എനർജി പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. ബജാജ് കൺസ്യൂമർ 20% അപ്പർ സർക്യൂട്ട് ഉണ്ടായിരുന്നു. റാലീസ് ഇന്ത്യ പോസിറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എറ്റേണൽ ഫോൾ ആയിട്ടുണ്ട്. CEO റിസൈൻ ചെയ്തതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. അതുപോലെ കല്യാൺ ജ്വല്ലേഴ്സ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അത് ഇടിവിലാണുള്ളത്. എനിക്ക് തോന്നുന്നു 10 ദിവസം തുടർച്ചയായ ഇടിവിലാണുള്ളത്. ഇന്നും ഒരു 6% ഒരു ഫോള് കണ്ടു. IFL ഫിനാൻസും ഇന്ന് 14% ഇടിവ് രേഖപ്പെടുത്തി. ഇൻകം ടാക്സിൻ്റെ ഒരു റൈഡ് ഇവരുടെ ഓഫീസിൽ ഈ സ്പെഷ്യൽ ഓഡിറ്റായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുള്ളതാണ് ഈ IFL ഇടിയാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ആയിട്ടുള്ളത്. ഈ വീക്കെൻഡ് എന്താണ് നിങ്ങൾക്ക് പരിപാടി? ഈ വീക്കെൻഡ് സാറ്റർഡേ കൊച്ചി മാരിയറ്റിൽ വെച്ചിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ട്രേഡേഴ്സ് കോൺക്ലേവ് നടക്കുന്നുണ്ട്. ഞാനും അവിടെ സ്പീക്കറാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കാം. ബുക്ക് ചെയ്യാം, നമുക്ക് നേരിൽ കാണാം. ഞാൻ മാത്രമല്ല, കേരളത്തിലെ ഒരുപാട് പേര് ട്രേഡേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ലഞ്ച് ഉൾപ്പെടെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൊച്ചി ലുലുവിൻ്റെ അതേ സ്റ്റോപ്പാണ് മെട്രോ, വരാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ബുക്ക് ചെയ്യുക. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. പൈസൽ റെക്കമെൻഡേഷൻ അല്ല. ഇൻഡിഗോ നെറ്റ് പ്രോഫിറ്റ് 78% ഇടിഞ്ഞു എന്നുള്ള ന്യൂസ് ഉണ്ട്. IFL ഫിനാൻസ് സ്റ്റോക്ക് ഫോളോ ചെയ്തു. വാർത്ത നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. റെയിൽടെയിൽ കമ്പനി ഇവർക്ക് ഡിഫൻസിൽ നിന്നൊരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ബ്ലൂ സ്റ്റോൺ ജ്വല്ലേഴ്സ് നെറ്റ് പ്രോഫിറ്റ് ഇവർ 27 കോടി രൂപ ലോസിൽ നിന്ന് 71 കോടി രൂപ പ്രോഫിറ്റിലേക്ക് ഉയർന്നു. സ്റ്റോക്ക് ഇന്ന് 12% ഉയർന്നു. CNT കമ്പനി നെറ്റ് പ്രോഫിറ്റ് 120 കോടി രൂപയിൽ നിന്ന് 900 കോടി രൂപയ്ക്ക് പ്രോഫിറ്റ് ഇന്ന് ഉയർന്നു. കൂടാതെ NTPC ഗ്രീൻ കമ്പനി ഇവർ ഉത്തർപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ഒരു പുതിയ ഹൈഡ്രജൻ പ്രൊജക്റ്റ് സൈൻ ചെയ്തു. റാഡിക്കോ കൈത്താൻ 95 കോടി രൂപയിൽ നിന്ന് 155 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. സ്റ്റോക്ക് ഇന്ന് 5% റാലി. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് സ്റ്റോക്ക് ഇന്ന് 109 കോടി രൂപയിൽ നിന്ന് 186 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സ്റ്റോക്ക് 7% റാലി രേഖപ്പെടുത്തി. ഇൻഡസ് ടവർ കമ്പനി ഗുജറാത്തിൽ ഇവർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് 20 കോടി രൂപയുടെ, ഒരു പുതിയ സബ്സിഡിയറി. സ്റ്റോക്ക് ഇന്ന് പോസിറ്റീവിൽ റിയാക്ട് ചെയ്തു. APL അപ്പോളോ ട്യൂബ് 5% റാലി രേഖപ്പെടുത്തിയ കമ്പനി റിസൾട്ട് വന്നിരുന്നു. 217 നിന്ന് 310 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. വീനസ് റെമഡീസ് 11 കോടി രൂപയുടെ ഒരു PLI സ്കീം ഇവർക്ക് ലഭിച്ചു. സി എൻ്റർടൈൻമെൻറ്റ് കമ്പനി ഇവർ 155 കോടി രൂപ പ്രോഫിറ്റ് കരസ്ഥമാക്കി. ഇന്ത്യൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 2850 കോടി രൂപയിൽ നിന്ന് 3060 കോടി രൂപയിലേക്ക് ഉയർത്തി. സ്റ്റോക്ക് ഇന്ന് 5.5% റാലി രേഖപ്പെടുത്തി. TTK ഹെൽത്ത് കെയർ കമ്പനി 16 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. സ്റ്റോക്ക് ഇന്ന് 2% ഇടിഞ്ഞു. ക്യാംസ് ഇവർ നെറ്റ് പ്രോഫിറ്റ്
115 നിന്ന് 125 ക്വാർട്ടർ ടു ക്വാർട്ടർ പ്രോഫിറ്റ് ഉയർത്തി. റെയിൽടെൽ കമ്പനി 141 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. നമ്മളത് ഡിസ്കസ് ചെയ്ത ന്യൂസാണെന്ന് തോന്നുന്നില്ലേ, റെയിൽടെൽ കമ്പനി, അതെ, ഡിസ്കസ് ചെയ്ത ന്യൂസാണ്. അപ്പോൾ ഇനി ഇപ്പോഴാണ് ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ ഇതാണ്. നാളെ രാവിലെ പ്രീ മാർക്കറ്റിൽ കാണാം. താങ്ക് യു ആൾ.